ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ബെർലിനിലാണ്. ബെർലിനിൽ എത്തിയിട്ട് ഇപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേ നമ്മൾ കൈൻഡ് ഓഫ് റെസ്റ്റ് ഡേ ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ പുറത്ത് പോയി, പക്ഷെ അതൊന്നും വ്ളോഗ് ചെയ്തില്ല. ജസ്റ്റ് ഞങ്ങൾ പാർക്കിൽ പോയി, ജസ്റ്റ് പുറത്ത് പോയി ഒന്ന് ഫുഡ് കഴിച്ചു, അങ്ങനെയൊക്കെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ബെർലിൻ സ്ട്രീറ്റ്സിൽ നടക്കാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. ചിക്കു സേ ഹായ്. ഹലോ. ഇത് എൻ്റെ സിസ്റ്റർ സ്മൃതി, ചിക്കു. ഇത് ഷോൺ, ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഇത് പിന്നെ ഞങ്ങളുടെ സാഷ. സോ നമ്മൾ ഇപ്പോൾ ഇവിടെ സമയം 4:30 ആയി. ഞങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങി. ചെറിയ വെയിലൊക്കെ ഉണ്ട്, ഭയങ്കര വെയിലൊന്നുമല്ല, നല്ല പ്ലസൻറ്റ് വെതറാണ്. സാഷയിനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാണ്, ഞാനിവിടെ തന്നെ ഇല്ലേ ഇത്. ഇപ്പം നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. എന്നിട്ട് എന്താണ് പിന്നെ ജസ്റ്റ് ഒന്ന് പാർക്കിൽ പോയിരിക്കും, അറിയില്ല എങ്ങനെയാണെന്ന്. ബിക്കോസ് ചിക്കു ആണ് പ്ലാൻ ചെയ്യണത്, ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്യണമെന്ന് മാത്രം. സാഷു കുറച്ച് നേരം ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ബാക്കിലായിരുന്നു. അപ്പോൾ സാഷുവിന് ഇച്ചിരി ടെൻസ്ഡായിപ്പോയി. അപ്പോൾ വേഗം പിന്നെ എൻ്റെ അടുത്തോട്ട് വന്നു. സാക്ഷി എല്ലാവർക്കും ടാറ്റ കൊടുക്കാണോ? സോ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ പോയത് പാർക്കിലോട്ടാണ്. ഫസ്റ്റ് പാർക്ക് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടായിരുന്നു ഐസ്ക്രീം ഷോപ്പ്. എനിക്ക് അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു, കാരണം സാഷു കുറച്ച് ടെററായിരുന്നു. കാരണം ഫുൾ ടൈം ഞാൻ എടുക്കണമായിരുന്നു അവൾക്ക്. ഒരു പോയിന്റ് എത്തുമ്പോൾ അങ്ങനെയാണ് സാഷു. പിന്നെ ഇവിടെ നമ്മൾ ഇറക്കിയൊന്നും വിട്ടില്ല കേട്ടോ പാർക്കിൽ, കാരണം ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഒരു നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് എല്ലാവരും വന്നിങ്ങനെ കിടക്കായിരുന്നു. പിന്നെ ഐസ്ക്രീം കടയിൽ പോയി ഇവരിത് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. ബബിൾ വെച്ച് കളിച്ചായിരുന്നു. കുറേ നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു. ബബിൾ ഉണ്ടായിരുന്നു കയ്യിൽ, സോ അത് വെച്ച് കളിക്കായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ ഇഗ്നോർ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് കാരണം ഞാൻ സാഷനെ ചിരിപ്പിക്കാനായിട്ട് നോക്കിയതാണ്. പിന്നെ നമ്മൾ ട്രെയിൻ കയറി ഷോപ്പിങ്ങിനായിട്ട് പോയി. ഇവിടെ വെച്ച് ഷോണിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോയി. പിന്നെ അയാൾ തിരിച്ച് ഫ്രാങ്ക്ഫുർട്ടിലോട്ട് പോകുമായിരുന്നു അന്ന് തന്നെ. ഞങ്ങൾ പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് ഇറങ്ങി അവിടുത്തെ. മിമ്മി ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് നേരെ ഫുഡ് വാങ്ങി വീട്ടിൽ പോവുകയാണ് ചെയ്തത്. ബിക്കോസ് കുറച്ച് ടയേർഡായിരുന്നു ഞങ്ങളെല്ലാവരും. ഞങ്ങൾ നെക്സ്റ്റ് ഡേ പുറത്ത് പോയതിൻ്റെ വീഡിയോ ആണ്. ഇവിടെ ചെന്നപ്പോഴോ ഇവിടെ ഒരാൾ ബബിൾ വെച്ച് പിള്ളേരെ കളിപ്പിക്കണം. പക്ഷേ ഇത് ചെറിയ ബബിളൊന്നുമല്ല, വലിയ ബബിളാണ്. പിന്നെ സാഷുവിനാണെങ്കിലോ ബബിൾസ് ഭയങ്കര ഇഷ്ടമാണ്. സോ അവളിങ്ങനെ ബബിൾസിൻ്റെ പുറകെ കളിക്കണം. അവൾ മാത്രമല്ല, വേറെ കുറേ കുട്ടികളുണ്ട് കേട്ടോ കളിക്കാനായിട്ട്. സാഷു പിന്നെ ഒരു ബബിളിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബബിളിൻ്റെ പുറകെ പോകും. ബാക്കി ബബിൾസിനൊക്കെ അവളിങ്ങനെ മാച്ച് കളയും. അവൾക്ക് അവളുടെ ആ ഫോക്കസ്ഡ് ആയ ബബിളിൽ മാത്രമേ അവൾ ശ്രദ്ധിക്കുകയുള്ളൂ. കണ്ടില്ലേ, ഓടിപ്പോണത് ആ ഒരൊറ്റ ബബിളിന് വേണ്ടി. അത് പൊട്ടിപ്പോകുമ്പോൾ തിരിച്ചു വരും. ഞങ്ങളങ്ങനെ കളിച്ച് ഞങ്ങളുടെ ഡേ 3 ഇൻ ബെർലിൻ സ്റ്റാർട്ട് ചെയ്തു. ഹലോ, ഇപ്പം ഞങ്ങൾ യൂറോപ്പ സെൻറ്ററിലാണ് ഉള്ളത്. ഞങ്ങൾ ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ നടക്കാണ്. അപ്പം ഞങ്ങളൊരു ടെഡി ബെയറിനെ കണ്ടു. സോ സാക്ഷിക്ക് ആ ടെഡി ബെയറിൻ്റെ ഒപ്പം കളിക്കണം. നോക്കാം ഇപ്പം ആ ടെഡി ബെയർ ഒന്നും നമുക്കറിയില്ല. സോ ഞങ്ങൾ നേരത്തെ ബബിൾ വെച്ച സ്ഥലത്ത് ഞങ്ങൾ പൈസ ഇട്ടായിരുന്നു. അതുപോലെ ഇവിടെ പൈസ ഇട്ടാലേ ഈ ടെഡി ബെയർ അനങ്ങുള്ളൂ. അങ്ങനെ ഞങ്ങൾ പൈസ ഇട്ടപ്പോൾ ടെഡി ബെയർ അനങ്ങാനും തുടങ്ങി. ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ, കാരണം ടെഡി ബെയർ പൈസ ഇട്ടിട്ടും അനങ്ങിയില്ല. പിന്നെ അത് അനങ്ങി.
ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ ഒരു സാൻഡ് സ്കൾപ്ചർ കണ്ടത്. എന്ത് രസമായിരുന്നു പറയുക, ബിക്കോസ് നമ്മളിങ്ങനെ നോക്കി നിൽക്കും, അത്ര ഒറിജിനാലിറ്റി ആയിരുന്നു. ലൈക്ക് കുറേ പേരിങ്ങനെ നോക്കി നിൽക്കായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറയായിരുന്നു, ഇപ്പോൾ സാഷുവിനെ നമ്മളിങ്ങനെ ഇറക്കി വിടുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ അത് മാന്തിയിട്ട് ഫൂ എന്ന് പറഞ്ഞാൽ അവളിങ്ങനെ ഊതി കൊടുക്കുമായിരുന്നു. സാഷു എല്ലാവർക്കും ടാറ്റ കൊടുക്കും. ഇത് ഇവിടെ ഞങ്ങൾ നല്ല സൺലൈറ്റ് കണ്ടപ്പോൾ ഒരു ഫോട്ടോ കൊടുത്തതാണ്, പക്ഷെ അത് വീഡിയോ ആയിപ്പോയി. അവിടെ പോയിട്ട് അതെന്താന്നൊക്കെ പറഞ്ഞുതരാം അല്ലേ സാഷു? ഇതാണ് ബെർലിൻ കത്തീഡ്രൽ എന്ന് പറയുന്നത്. ബെർലിൻ കത്തീഡ്രലിന് ഒഫീഷ്യലി നമ്മൾ ഡോയിച്ചിൽ പറയേണ്ടതാണ് ഓബർ ഫാർ ഉൻ ഡോം കീർഷെ സു ബെർലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിഷ് ആൻഡ് കത്തീഡ്രൽ ചേർച്ച് ഇൻ ബെർലിൻ എന്നാണ്. ഇത് ആക്ച്വലി പണിതത് 1874 to 1905 ടൈം ഫ്രെയിമിലാണ്. ആൻഡ് ഈ കത്തീഡ്രലിൻ്റെ ഏറ്റവും അടിപൊളി ഫീച്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇംപ്രസീവ് ഡോമാണ്. ആൻഡ് ദ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച്ലി ഡെക്കറേറ്റഡ് ആണ്. എന്തൊക്കെ വെച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൊസൈക്കും നല്ല സ്കൾപ്ചേഴ്സും എല്ലാം അടിപൊളിയാണ്. അവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിക്കുക, ബിക്കോസ് കുറേയായി ഇന്ന് രാവിലെ തുടങ്ങിയ നടത്തമാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെന്താ പിന്നെ കുറേ സ്ഥലത്ത് പോയി. ഞാൻ വീഡിയോ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, കുറേ ഒന്നും എടുത്തില്ല ഞാൻ. വേൾഡ് വാർ 2 സമയത്ത് അത്യാവശ്യം ഡാമേജ് ഇവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 1970s to 80s ടൈമിലാണ് ഇവരൊന്ന് റീസ്റ്റോർ ചെയ്തത്. ഇപ്പോഴും നമുക്ക് ചില സ്ഥലത്ത് അതിൻ്റെ പാടുകളൊക്കെ കാണാം. ഇത് ബെർലിൻ മ്യൂസിയം ആണ്. ഇവിടെയും ഭയങ്കര അടിപൊളിയായി കാണാൻ കേട്ടോ. ഇന്ന് സ്കൈ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇത് ബെർലിനെ ഡോമിന് അടുത്തുള്ള ലുസ്റ്റ് ഗാർഡൻ ആണ്. ലുസ്റ്റ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിക്കൽ പാർക്കാണ്. അവിടെയുള്ളൊരു ഫൗണ്ടെയിൻ ആണത്. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫൗണ്ടെയിൻ ആണ്. ഈവൻ സാഷു ഇപ്പോഴാണ് ആ ഫൗണ്ടെയിൻ ഒന്ന് കണ്ടത്. സോ ഷീ ഈസ് ബിറ്റ് കൺഫ്യൂസ്ഡ്, അത് നേരെ പോകണോ അതോ ഫൗണ്ടെയിൻ്റെ അടുത്തോട്ട് പോകണോ. ആൻഡ് ലേറ്റർ ഓൺ നമ്മൾ സാഷുവിൻ്റെ പാൻസൊക്കെ മാറ്റി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് റിവർ സ്പ്രീ. റിവർ സ്പ്രീ ആക്ച്വലി ഫ്ലോ ചെയ്യുന്നത് ഹാർട്ട് ഓഫ് ബെർലിനിൽ കൂടിയാണ്. പിന്നെ ബെർലിൻ ഇത്ര ഭംഗിയാവാനുള്ളൊരു ഫാക്ടറിൽ ഈ റിവർ സ്പ്രീയും കൂടി ഉണ്ട്. സാഷുവും ചിക്കും കുറേ നേരം വെള്ളത്തിൽ കളിക്കണ്ടായിരുന്നു. കുറച്ച് നേരം സാഷു ഒറ്റയ്ക്കും കളിച്ചു. ലാസ്റ്റ് സാഷുവിനെ നമ്മൾ പൊക്കിക്കൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു. അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നു സാഷു വെള്ളത്തിൽ കളിക്കാനായിട്ട്. പക്ഷേ സാഷു മാത്രമല്ല കേട്ടോ, മിക്ക കുട്ടികളും അവിടെ അങ്ങനെയായിരുന്നു. പേരൻസ് തൂക്കിക്കൊണ്ടുപോയിരുന്നു പിള്ളേരെ. കാരണം ആരും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. അവരെല്ലാവരും വെള്ളത്തിൽ അങ്ങോട്ട് മുഴുകിയിരിക്കുകയായിരുന്നു. പറഞ്ഞില്ലേ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക്. ആ മ്യൂസിയത്തിൻ്റെ പേരിലാണ് ഇവിടുത്തെ ഈ ബാനോഫ് ഉള്ളത്. മ്യൂസിയം സിൻസൽ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇതിൻ്റെ ഈ ബാനോഫ് കാണുന്നത് കണ്ട ഭയങ്കര അടിപൊളിയല്ലേ? ഒരു മ്യൂസിയം പിന്നിലോട്ട് പോകണതിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. സോ ദെൻ ബൈ.